സുബേദാർ എന്ന സിനിമ കണ്ടു. പ്രൈം വീഡിയോയിൽ സ്ട്രീമിംഗ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് ഡയറക്ടഡ് ബൈ സുരേഷ് ത്രിവേണി, റിട്ടൺ ബൈ സുരേഷ് ത്രിവേണി ആൻഡ് പ്രജ്വൽ ചന്ദ്രശേഖർ. ഇതൊരു ഡേസി ജോൺ വി കൈൻഡ് ഓഫ് ആക്ഷൻ സിനിമയാണ്. നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് കുറെ എക്സ്പെക്ടേഷൻ വരും, കുറെ ഹോപ്പ് കിട്ടും. ആദ്യത്തെ ഒരു 20 മിനിറ്റ് ഭയങ്കര ബിൽഡപ്പാ. അപ്പൊ ആ ഒരു പൊസിഷൻസിലൊക്കെ നമുക്ക് ഭയങ്കര ഹോപ്പായിരിക്കും, ഇതൊരു കിടിലൻ ആക്ഷൻ പടമായിരിക്കുന്ന ഒരു ഹോപ്പ് നമുക്ക് തരും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഈ സിനിമ ജസ്റ്റ് കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. അതിന് മേളിൽ ഈ പടം പോയിട്ടില്ല. അങ്ങനെ പോവാതിരിക്കാനുള്ള കാരണം, ഈ സിനിമയിൽ ആകെ അവര് വൃത്തി കൺവേ ചെയ്തിരിക്കുന്നത് ഇതിന്റെ 20 അരമണിക്കൂറാണ്. ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കാം. സെക്കൻഡ് ഹാഫ് എന്താ പറയാ, നമുക്ക് ആ ഒരു പഞ്ച് ഫീൽ ചെയ്യില്ല, ഒരു ഇമോഷണൽ ഡെപ്ത് ഫീൽ ചെയ്യില്ല. അതേപോലെ ഒന്നിനും ഒരു ഇമ്പാക്റ്റ് ഇല്ല. അതാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയത്. അവരെന്തൊക്കെയൊക്കെയോ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, കുറെയൊക്കെ പ്ലോട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരിടത്തും എത്താത്തൊരു സിനിമയായിട്ടാണ് മാറിയത്. ഈ പടത്തിന്റെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ട്. ഈ ഒരു സ്റ്റോറി വായിക്കാൻ നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് കയറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസു, അതേപോലെ ജോൺ വിക്ക്, നോബഡി, ഇതേപോലത്തെ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു ചെറിയൊരു ത്രെഡ് ആയിരിക്കും, പക്ഷെ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്തും ഒരു അടിപൊളി സ്റ്റോറി ഉണ്ട്, ഒരു ഭയങ്കര കുഞ്ഞ് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ട്. അനിൽ കപൂറിന്റെ GP തൊട്ട എല്ലാവരും ഇടിച്ച് പല്ല് തെറിപ്പിക്കുന്ന ഒരു സോൾജറിന്റെ ഒരു പടമാണത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി, പക്ഷേ എവിടെ എത്തിപ്പെടാത്ത ഒരു സിനിമയായിട്ടാണ് മാറിയത്. പിന്നെ ഒരു ബെറ്റർ മ്യൂസിക് ഡയറക്ടർ ഉണ്ടായിരുന്നെങ്കിൽ ഈ പടം പിന്നെ മേധായന. ഞാൻ ഈ അടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയില് ചില സീനില് അനിരുദ്ധ ആയിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നേ എന്ന് നോക്കിയപ്പോ ആ സീനൊക്കെ ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഒരു സിനിമയില് മ്യൂസിക് ചെയ്തത് പേര് എഴുതിയിട്ടില്ല. അപ്പൊ ഏതായാലും മ്യൂസിക് അത്രയും ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് ആ ഒരു പഞ്ച് ഫീൽ ചെയ്യില്ല. ആ ഒരു ഇതിലെ മാസ് സീൻസിനാണെങ്കിലും ആക്ഷൻ സീക്വൻസിനാണെങ്കിലും നമുക്ക് ആ ഒരു പവർ ഫീൽ ചെയ്യണമല്ലോ, നമുക്ക് ഒരു എക്സൈറ്റ്മെന്റ് തോന്നണല്ലോ, എലിവേഷൻ സീൻസിലൊക്കെ തോന്നണല്ലോ. പക്ഷെ ഇതിനകത്ത് നമുക്കൊന്നും അങ്ങനെ ഫീൽ ചെയ്യില്ല. അപ്പൊ ഒരു ബെറ്റർ മ്യൂസിക് ഡയറക്ടർ ഉണ്ടായിരുന്നെങ്കിൽ ഈ പടം കുറച്ചും കൂടെ ഭേദമായേനെന്ന് തോന്നിയായിരുന്നു. പിന്നെ ഇതിന്റെ വിഷ്വൽസ്, കളർ ഗ്രേഡിങ് എല്ലാവരും ഒന്നായിരുന്നു. ഒരു ഗ്രിറ്റി റോ, ഒരു ഡാർക്ക് വേൾഡാണ് കാണിക്കുന്നത്. അത് ഭയങ്കര റോ ആയിട്ട് തന്നെ അത് കാണിച്ചിട്ടുണ്ട്. പിന്നെ പെർഫോമൻസസ്, അനിൽ കപൂർ ആസ് യൂഷ്വൽ നെവർ ഡിസപ്പോയിന്റ്സ്. ആൻഡ് രാധിക മദൻ അത്യാവശ്യം കിടിലെടുത്തിട്ട് ചെയ്തിട്ടുണ്ടായി. അതിന് അവരുടെ ആ ഒരു അച്ഛൻ മകൾ ആ ഒരു കോംബോ വലിയ കുഴപ്പമുണ്ടായില്ല. അതും സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ആ ഒരു ഡെപ്ത് ഇല്ലായ്മയുണ്ട്. ഇവർക്ക് രണ്ടുപേർക്ക് ഓരോ പ്ലോട്ട് ഉണ്ട്, പക്ഷെ അതും എവിടെ എത്തിപ്പെടുന്നില്ല. അവർ ഏതിലാ ഫോക്കസ് കൊടുക്കണ്ടേ, അങ്ങനെ ഫുൾ ഓഫ് കൺഫ്യൂഷൻസ് ആണ് കംപ്ലീറ്റ്ലി ഫീൽ ചെയ്തത് ഈ ഒരു സിനിമ കണ്ടപ്പോൾ. 2.5 മണിക്കൂർ ഉള്ളതുകൊണ്ട് ഒരു തരക്കേടില്ലാണ്ട് ഇങ്ങനെ കണ്ടിരിക്കാമെന്ന് മാത്രം തോന്നിയായിരുന്നു. പിന്നെ ഇതിന്റെ ആക്ഷൻ സീക്വൻസസും അതേപോലെ വില്ലന്മാർക്കും വലിയ കാര്യത്തിലൊന്നും ചെയ്യാനുണ്ടായില്ല. അവരെ കുറെ സീൻസിൽ കാണിക്കുന്നുണ്ട്, പക്ഷെ അവരുടെ ആ ഒരു റോളൊക്കെ ഭയങ്കര വീക്കായിട്ട് എഴുതിയത്. സോ ഏതായാലും ജോൺ വിക്ക്, നോബഡി, സിസു ഇതേപോലത്തെ സിനിമകളൊക്കെ കണ്ട് നിങ്ങളുടെ കപ്പ് ഓഫ് ടീ ആണ് ഈ പടങ്ങളൊക്കെ എങ്കിൽ ജസ്റ്റ് കണ്ടു നോക്കാവുന്നതാണ്. അത്രയൊന്നും പ്രതീക്ഷിക്കേ വേണ്ട. വെറും ആവറേജ് ഒരു സിനിമ, ആവറേജ് ആക്ഷൻ സിനിമ മാത്രം ഇതുള്ളൂ. പിന്നെ ഇതിന്റെ പെർഫോമൻസസും ഇതിന്റെ വിഷ്വൽസിനൊക്കെ വേണ്ടി ഈ പടം ചുമ്മാ കാണാവുന്നതാണ്. പ്രൈം വീഡിയോയിൽ സ്ട്രീമിംഗ് ആണ്. കണ്ടിട്ട് അഭിപ്രായം പറയുക. ഫോർ മോർ റിവ്യൂസ് പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പി റിവ്യൂസ്.